നമസ്കാരം, വെൽക്കം ബാക്ക് ടു PSC എക്സാം എക്സ്പ്രസ്. 2026 ജനുവരി മാസത്തെ മുഴുവൻ കറണ്ട് അഫേഴ്സും നമ്മൾ ഇന്ന് ഈ ഒരൊറ്റ വീഡിയോയിലൂടെ പഠിക്കാൻ പോവുകയാണ്. 2026 ഒരുപാട് PSC പരീക്ഷകൾ വരാൻ പോവുകയാണ്. അതുകൊണ്ട് തന്നെ 2026 ജനുവരി തൊട്ടുള്ള കറണ്ട് അഫേഴ്സ് കൃത്യമായി പഠിക്കാൻ ശ്രമിക്കുക. എല്ലാ പോയിന്റും ഇമ്പോർട്ടൻ്റ് ആണ്, അതുകൊണ്ട് മുഴുവനായി കേൾക്കാനും പഠിക്കാനും ശ്രമിക്കുക. ഒപ്പം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടെ പരിഗണിക്കുക. നമുക്ക് ക്ലാസ്സിലോട്ട് കിടക്കാം. നമുക്ക് ജനുവരി 1 മുതൽ തുടങ്ങാം. 2026 ന്യൂ ഇയറിനെ വരവേറ്റ ആദ്യ രാജ്യമാണ് കിരിബാത്തി ദ്വീപ്. ആഭ്യന്തര ഉപഭോഗത്തിന്റെയും കയറ്റുമതിയുടെയും കരുത്തിൽ ഇന്ത്യയുടെ ആഭ്യന്തര മൊത്ത ഉൽപാദനത്തിൽ ലോകത്തിലെ 4ാമത്തെ സാമ്പത്തിക ശക്തിയായി മാറിയ രാജ്യമാണ് ഇന്ത്യ. GDPയുടെ കാര്യത്തിൽ ലോകത്തിലെ 4ാമത്തെ സാമ്പത്തിക ശക്തിയായിട്ട് ഇന്ത്യ മാറുന്നു. ഇന്ത്യ വിജയകരമായി പരീക്ഷിച്ച മിസൈലാണ് പ്രളയ്. ഓർത്തു വയ്ക്കുക, ഇന്ത്യ വിജയകരമായി വിക്ഷേപിച്ച അല്ലെങ്കിൽ പരീക്ഷിച്ച മിസൈലിന്റെ പേരാണ് പ്രളയ്. കവിയും സംസ്കൃത പണ്ഡിതനുമായ D. ശ്രീമാൻ നമ്പൂതിരി പുരസ്കാരത്തിന് അർഹനായത് PK മേദിനി. യൂറോസോണിന്റെ ഭാഗമാകുന്ന 21ാമത്തെ രാജ്യമാണ് ബൾഗേറിയ. എന്താണ് ഈ യൂറോസോൺ എന്ന് നോക്കാം. യൂറോസോൺ എന്ന് പറയുന്നത് യൂറോ ഉപയോഗിക്കുന്ന രാജ്യങ്ങളെല്ലാം ചേർന്ന് പറയുന്ന പേരാണ് യൂറോസോൺ എന്ന് പറയുന്നത്. യൂറോ ഉപയോഗിക്കുന്ന രാജ്യങ്ങളെല്ലാം ചേർന്ന് പറയുന്ന പേരാണ് യൂറോസോൺ. ഓക്കെ, യൂറോപ്യൻ യൂണിയന്റെ ഔദ്യോഗിക കറൻസിയാണ് യൂറോ എന്ന് പറയുന്നത്. ഇക്കാലം അത്രയും ഉപയോഗിച്ചുകൊണ്ടിരുന്ന ലെവ് കറൻസി ഉപയോഗിച്ച്, അവരുടെ കറൻസി ഏതായിരുന്നു? ലെവ് കറൻസി ആയിരുന്നു ബൾഗേറിയയുടെ കറൻസി എന്ന് പറയുന്നത്. അതുപയോഗിച്ച് ഇന്നു മുതൽ യൂറോയിലേക്ക് മാറുകയാണ് ബൾഗേറിയ. 2007 മുതൽ യൂറോപ്യൻ യൂണിയന്റെ അംഗമാണ് ബൾഗേറിയ. എങ്കിലും അവരുടെ കറൻസി ആയിട്ടുള്ള ലെവ് തന്നെ തുടരുകയായിരുന്നു. മറ്റൊന്ന്, 149ാമത് മന്നം ജയന്തി ആഘോഷിച്ചത് 2026 ജനുവരി 2-നാണ്. ജനുവരി 2-നാണ് മന്നം ജയന്തി. 149ാമത് മന്നം ജയന്തിയാണ് 2026 ആഘോഷിച്ചത്. സ്ത്രീ ശാക്തീകരണവും സുരക്ഷയും ലക്ഷ്യമിട്ട് വനിതാ ശിശു വികസന വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയുടെ പേരാണ് കനൽ. കനൽ എന്താണ്? സ്ത്രീ ശാക്തീകരണവും സുരക്ഷയും ലക്ഷ്യമിട്ട് വനിതാ ശിശു വികസന വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതി കനൽ. രാജ്യത്തെ ആദ്യത്തെ വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിൻ റൂട്ട് കൊൽക്കത്ത ഗുവാഹത്തി. വന്ദേ ഭാരതിന്റെ സ്ലീപ്പർ ട്രെയിനിന്റെ റൂട്ടാണ് കൊൽക്കത്ത ഗുവാഹത്തി. ന്യൂയോർക്ക് സിറ്റിയുടെ 112ാം മേയറായി ചുമതലയേറ്റ ഇന്ത്യൻ വംശജന്റെ പേരാണ് സൊഹ്റാൻ മംദാനി. നഗരത്തിലെ ആദ്യ മുസ്ലിം മേയറാണ് ഡെമോക്രാറ്റിക് നേതാവായിട്ടുള്ള മംദാനി. ഓക്കെ, ആദ്യത്തെ മുസ്ലിം മേയറാണ്. ഇന്ത്യയിലെ മെഗറ്റ്സ് ഗോപി മത്സ്യത്തെ കണ്ടെത്തിയ സ്ഥലത്തിന്റെ പേര് ആര്യപ്പള്ളിയാണ്. ഒഡീഷയിലെ ആര്യപ്പള്ളിയാണ് ഇന്ത്യയിലെ മെഗറ്റ്സ് ഗോപി മത്സ്യത്തെ കണ്ടെത്തിയത്. കൽപ്പാക്കം ഇന്ദിരാഗാന്ധി സെന്റർ ഫോർ അറ്റോമിക് റിസർച്ചിന്റെ ഡയറക്ടറായി നിയമിതനായ മലയാളിയുടെ പേര് ശ്രീകുമാർ ജി പിള്ള. ഏഷ്യൻ ഗ്രൂപ്പ് ഓഫ് ലിറ്ററേച്ചർ ഏർപ്പെടുത്തിയ ചെറുകഥകൾക്കുള്ള 2025 ഏഷ്യൻ പ്രൈസിന് അർഹമായ അഞ്ജന മേനോൻ രചിച്ച കൃതിയുടെ പേരാണ് റോസമ്മാസ് ബോയ്. ഓർക്കുക, റോസമ്മാസ് ബോയ്. അടുത്തിടെ അന്തരിച്ച 8 തവണ ഗ്രാമി അവാർഡിനുള്ള നാമനിർദ്ദേശം ലഭിച്ച സുവിശേഷ ഗായകനും റെക്കോർഡിംഗ് ആർട്ടിസ്റ്റുമായ വ്യക്തിയാണ് റിച്ചാർഡ് സ്മാൾവുഡ്. കേരള ഹൈക്കോടതിയുടെ പുതിയ ചീഫ് ജസ്റ്റിസായി നിയമിതനായത് ജസ്റ്റിസ് സൗമൻ സെൻ ആണ്. വ്യോമസേന ഉപമേധാവിയായി ചുമതലയേറ്റത് എയർ മാർഷൽ നാഗേഷ് കപൂർ ആണ് വ്യോമസേന ഉപമേധാവിയായി ചുമതലയേറ്റത്. ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന കുഷ്ഠരോഗ നിർണയ ഭവന സന്ദർശന യജ്ഞത്തിന്റെ പേര് അശ്വമേധം എന്നാണ്. ഓർക്കുക, ഈ പദ്ധതി ഓർക്കുക, അശ്വമേധമാണ് ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന കുഷ്ഠരോഗ നിർണയ ഭവന സന്ദർശന യജ്ഞം. കുഷ്ഠരോഗം തിരിച്ചറിയാത്തത് മൂലം ചികിത്സ ലഭിക്കാതെ വരുന്നവരെ കണ്ടെത്തി ചികിത്സ നൽകുകയാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം. രാജ്യത്ത് ഏറ്റവും അധികം ആയുർദൈർഘ്യമുള്ള സംസ്ഥാനമാണ് നമ്മുടെ കേരളമാണ് രാജ്യത്തെ ഏറ്റവും അധികം ആയുർദൈർഘ്യമുള്ള സംസ്ഥാനം. 2051 കേരളത്തിൽ ആയുർദൈർഘ്യം 10 വയസ്സ് കൂടുമെന്നാണ് പഠനങ്ങൾ പറയുന്നത്. ഇപ്പോൾ പുരുഷന്മാരുടേത് 70 നിന്ന് 80 വയസ്സും സ്ത്രീകളുടേത് 75.9 നിന്ന് 85.7 ആകുമെന്നാണ് വിലയിരുത്തൽ പഠനങ്ങൾ പറയുന്നത്. 2026 ജനുവരിയിൽ പ്രായപൂർത്തിയാകാനുള്ള വയസ്സ് സംബന്ധിച്ച് പുതിയ നിയമം പാസാക്കിയ അറബ് രാജ്യമാണ് UAE ആണ് 2026 ജനുവരിയിൽ പ്രായപൂർത്തിയാകാനുള്ള വയസ്സ് സംബന്ധിച്ച പുതിയ നിയമം പാസാക്കിയത്. എങ്ങനെയാണ് നിയമം നോക്കാം. UAEയിൽ ഇനി മുതൽ 18 വയസ്സായാൽ പ്രായപൂർത്തിയാക്കി കണക്കാക്കും. നേരത്തെ ഇത് 21 വയസ്സായിരുന്നു. 21-ൽ നിന്ന് 18 ആക്കി. ഓക്കെ, 21 ചാന്ദ്രവർഷത്തിൽ നിന്ന് 18 ഗ്രിഗോറിയൻ വർഷമാക്കിയാണ് ഈ മാറ്റം സാധ്യമായത്. വാണിജ്യ ബാങ്കുകൾക്ക് റിസർവ് ബാങ്ക് കൊണ്ടുവരുന്ന വായ്പാ നയത്തിന് സമാനമായ പരിഷ്കരണവുമായി ഏത് സംസ്ഥാനമാണ് സഹകരണ മേഖലയിൽ പുതിയ വായ്പാ നയം നടപ്പിലാക്കുന്നത്? കേരളമാണ് ആ സംസ്ഥാനം.
റെയിൽവേ മ്യൂസിയം ആകാൻ പോകുന്നതാണ് ചീന കൊട്ടാരം, കൊല്ലം ജില്ലയിലെ ചീന കൊട്ടാരം. മെഗാ ഇൻഫ്രാസ്ട്രക്ചർ വിഭാഗത്തിൽ 2025 നാഷണൽ പ്രൊജക്ട് എക്സലൻസ് അവാർഡ് സ്വന്തമാക്കിയ തുറമുഖം തിരുവനന്തപുരം ജില്ലയിലെ വിഴിഞ്ഞം തുറമുഖമാണ്. ജനുവരി 4 നോക്കാം, ലോക ബ്രെയിൻലി ഡേ ആണ്. ജനുവരി 4 മ്യാൻമറിന്റെ സ്വാതന്ത്ര്യ ദിനം, മ്യാൻമറിന്റെ ഇൻഡിപെൻഡൻസ് ഡേ ആണ്. ലോക ഹിപ്നോട്ടിസം ദിനം, വേൾഡ് ഹിപ്നോട്ടിസം ഡേ കൂടെയാണ് ജനുവരി 4. US തട്ടിക്കൊണ്ടുപോയ വെനസ്വേലയുടെ പ്രസിഡന്റ് ആണ് നിക്കോളസ് മണ്ടൂറോ ആണ് US തട്ടിക്കൊണ്ടുപോയ വെനസ്വേല പ്രസിഡന്റ്. നീതിന്യായ സംവിധാനത്തിലേക്ക് നുഴഞ്ഞു കയറി തെളിവായ തൊണ്ടി മുതൽ അട്ടിമറിച്ച് കുറ്റവാളികൾക്ക് അനുകൂലമായ വിധിക്ക് സാഹചര്യമൊരുക്കിയ കുറ്റത്തിന് 3 വർഷം തടവും 10,000 രൂപ പിഴയും ലഭിച്ച മുൻ മന്ത്രിയുടെ പേരാണ് ആന്റണി രാജു. കുടുംബശ്രീ മിഷൻ സംഘടിപ്പിക്കുന്ന 13ാമത് ദേശീയ സരസ് മേളയുടെ വേദിയാകുന്നത് പാലക്കാട് ജില്ലയിലെ ചാലിശ്ശേരി. മന്നത്ത് പത്മനാഭന്റെ എത്രാമത് ജയന്തി ആഘോഷമാണ് 2026 ജനുവരി 2 നടന്നത് എന്ന് ചോദിച്ചാൽ അത് 149 നമ്മൾ മുന്നേ പഠിച്ചതാണ്. വിവാഹിതയായ സ്ത്രീകളുടെ ഗർഭചിത്രത്തിന് ഭർത്താവിന്റെ സമ്മതം നിർബന്ധമല്ലെന്നും സ്ത്രീകളുടെ സ്വന്തം തയ്യാറെടുപ്പും സമ്മതവുമാണ് നിർണായകമെന്നും പ്രസ്താവിച്ച ഹൈക്കോടതിയാണ് പഞ്ചാബ് ഹരിയാന ഹൈക്കോടതി. ആണവ റിയാക്ടറുകളിൽ യുറേനിയത്തിന് പകരം തോറിയം ഉപയോഗിക്കുന്നതിനുള്ള സാങ്കേതികവിദ്യ വികസിപ്പിക്കാൻ അമേരിക്കൻ കമ്പനിയായ ക്ലീൻ കോർ തോറിയം എനർജിയുമായി, അതായത് CCTEയുമായിട്ട് ധാരണയിലെത്തിയ പൊതുമേഖലാ സ്ഥാപനമാണ് നാഷണൽ തെർമൽ പവർ കോർപ്പറേഷൻ NTPC. ഡ്രൈവർമാരിലെ ഉറക്കക്ഷീണം മുൻകൂട്ടി കണ്ടെത്തുന്നത് വഴി റോഡ് അപകടങ്ങൾ കുറയ്ക്കുന്നതിനുള്ള സംവിധാനം കൃത്രിമ ബുദ്ധിയുടെ അല്ലെങ്കിൽ AI സഹായത്തോടെ വികസിപ്പിക്കുന്നതിന് പേറ്റന്റ് ലഭിച്ച കേരളത്തിലെ സർവകലാശാലയാണ് MG യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ മഹാത്മാഗാന്ധി സർവകലാശാല. ഡ്രൗസിനെസ് ഡിറ്റക്ഷൻ സിസ്റ്റം എന്ന പേരിലുള്ള കണ്ടുപിടുത്തത്തിനാണ് പേറ്റന്റ് ലഭിച്ചത്. പെരുമ്പടവം ശ്രീധരൻ അധ്യക്ഷനായ മലയാറ്റൂർ ഫൗണ്ടേഷന്റെ പ്രഥമ സമഗ്ര സംഭാവന പുരസ്കാരത്തിന് അർഹനായ വ്യക്തി അരുന്ധതി റോയിയാണ്. പെരുമ്പടവം ശ്രീധരൻ അധ്യക്ഷനായ മലയാറ്റൂർ ഫൗണ്ടേഷന്റെ പ്രഥമ സമഗ്ര സംഭാവന പുരസ്കാരത്തിന് അർഹനായത്. 50,000 രൂപയും BD ദത്തൻ രൂപകൽപ്പന ചെയ്ത ശില്പവും പ്രശസ്തി പത്രവുമാണ് പുരസ്കാരം. വായനാശീലം പ്രോത്സാഹിപ്പിക്കുന്നതിനും വിദ്യാർത്ഥികളിൽ പൊതു അവബോധം വർദ്ധിപ്പിക്കുന്നതിനുമായി എല്ലാ സർക്കാർ സ്കൂളുകളിലും പത്രവായന നിർബന്ധമാക്കിയ സംസ്ഥാനമാണ് രാജസ്ഥാൻ. മറ്റൊന്ന്, 2026 ജനുവരിയിൽ റിക്ടർ സ്കെയിലിൽ 6.5 തീവ്രത രേഖപ്പെടുത്തിയ ശക്തമായ ഭൂചലനം അനുഭവപ്പെട്ട രാജ്യമാണ് മെക്സിക്കോ. അടുത്ത, വെനസ്വേലയുടെ ഇടക്കാല ചുമതല ഏറ്റെടുത്ത വൈസ് പ്രസിഡന്റിന്റെ പേര് ഡെൽസി റോഡ്രിഗസ് എന്നാണ്. 5 വയസ്സിൽ താഴെയുള്ള ഗുരുതരമായ കേൾവി വൈകല്യമുള്ള സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുട്ടികൾക്ക് സൗജന്യമായി കോക്ലിയർ ഇംപ്ലാന്റ് ശസ്ത്രക്രിയയും പരിശീലനവും നൽകുന്ന പദ്ധതിയുടെ പേരാണ് ശ്രുതി തരംഗം. പദ്ധതികൾ ഓർത്തു വയ്ക്കുക, ശ്രുതി തരംഗം. സിക്കിം ഹൈക്കോടതിയിലെ പുതിയ ചീഫ് ജസ്റ്റിസായി ചുമതലയേറ്റ കേരള ഹൈക്കോടതിയിലെ മുതിർന്ന ജഡ്ജിയായിരുന്നു ജസ്റ്റിസ് എ മുഹമ്മദ് മുഷ്താഖ്. കേരളത്തിലെ ക്രൈസ്തവരുടെ പിന്നോക്കാവസ്ഥ പഠിക്കാൻ നിയോഗിച്ച കമ്മീഷനാണ് ജസ്റ്റിസ് JB കോശി കമ്മീഷൻ. ഭിന്നശേഷി സമൂഹത്തിന്റെ ശാക്തീകരണവും സാമൂഹിക ഉൾച്ചേർക്കലും മുഖ്യ ലക്ഷ്യമാക്കി 2026 ജനുവരി 19 മുതൽ 21 വരെ തിരുവനന്തപുരത്ത് നടക്കുന്ന ഭിന്നശേഷി സർഗോത്സവത്തിന്റെ പേരാണ് സവിശേഷ കാർണിവൽ ഓഫ് ഡിഫറന്റ്. തീരദേശ സംരക്ഷണ സേന തദ്ദേശീയമായി രൂപകൽപ്പന ചെയ്ത മലിനീകരണ നിയന്ത്രണ കപ്പലിന്റെ പേരാണ് സമുദ്ര പ്രതാപ്. അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്നും വിരമിക്കൽ പ്രഖ്യാപിച്ച പാക് വംശജനായ ഓസ്ട്രേലിയൻ താരമാണ് ഉസ്മാൻ ഖ്വാജ. ഓസ്ട്രേലിയൻ ഓപ്പണിൽ കളിക്കാനിറങ്ങുന്ന ഏറ്റവും പ്രായം കൂടിയ വനിതാ താരമെന്ന റെക്കോർഡ് സ്വന്തമാക്കുന്ന അമേരിക്കൻ വനിതാ താരമാണ് വീനസ് വില്യംസ്. 45 വയസ്സാണ് വീനസ് വില്യംസിന് ഉള്ളത്. മറ്റൊന്ന്, സംസ്ഥാന സർക്കാരിന്റെ ജനസമ്പർക്ക പരിപാടിയുടെ പേര് സിറ്റിസൺസ് റെസ്പോൺസ് പ്രോഗ്രാം എന്നാണ് സംസ്ഥാന സർക്കാരിന്റെ ജനസമ്പർക്ക പരിപാടിയുടെ പേര്. കേന്ദ്ര കൃഷി മന്ത്രാലയത്തിന് കീഴിലുള്ള ഇന്ത്യൻ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചറൽ റിസർച്ച് നൽകി വരുന്ന ബ്രീഡ് കൺസർവേഷൻ അവാർഡ് നേടിയ മലയാളിയുടെ പേര് അജയ് കുമാർ വല്യൂഴത്തിൽ എന്നാണ്. ജനുവരി 6 വേൾഡ് ഡേ ഓഫ് വാർ ഓർഫൻസ്, യുദ്ധത്തിൽ അനാഥരാക്കപ്പെട്ടവരുടെ ദിവസം.
തിരുവിതാംകൂർ ചരിത്രം വിശദമായി രേഖപ്പെടുത്തുന്ന ആദ്യ പദ്ധതിയായ ഡിജിറ്റൽ മ്യൂസിയം വരാൻ പോകുന്നത് കനകക്കുന്ന് കൊട്ടാരത്തിലാണ്. തിരുവനന്തപുരം ജില്ലയിലെ കനകക്കുന്ന് കൊട്ടാരം. വിരമിക്കുന്ന സർക്കാർ ജീവനക്കാർക്ക് അവസാനം വാങ്ങിയ അടിസ്ഥാന ശമ്പളത്തിന്റെ പകുതി പെൻഷൻ ഉറപ്പുവരുത്തുന്ന പുതിയ പെൻഷൻ പദ്ധതി നടപ്പിലാക്കുന്ന സംസ്ഥാനമാണ് തമിഴ്നാട്. രാജ്യത്തെ ആദ്യത്തെ ഫയർ ആൻഡ് സേഫ്റ്റി സയൻസ് പോസ്റ്റ് ഗ്രാജുവേറ്റ് ആൻഡ് റിസർച്ച് സെന്റർ നിലവിൽ വരുന്നത് അഞ്ചരക്കണ്ടി, കണ്ണൂർ ജില്ലയിലെ അഞ്ചരക്കണ്ടിയിലാണ്. സംസ്ഥാനത്തെ വ്യവസായ വകുപ്പിന്റെ നേതൃത്വത്തിൽ പെട്രോകെമിക്കൽ ആൻഡ് അലൈഡ് സെക്ടേഴ്സ് രംഗത്തെ നിക്ഷേപ സാധ്യതകൾ വ്യക്തമാക്കുന്ന കോൺക്ലേവ് സംഘടിപ്പിക്കുന്നത് എവിടെയാണ് എന്ന് ചോദിച്ചാൽ അത് കൊച്ചിയിലാണ്. ഇന്ത്യയിലെ ആദ്യ ഹൈഡ്രജൻ ഫ്യൂവൽ ട്രെയിൻ നാനോ ഗ്രീൻ ട്രെയിൻ 2026 ജനുവരി 26 പരീക്ഷണ ഓട്ടം നടത്തും. റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷന്റെ അനുമതി ലഭിച്ചാൽ നോർത്തേൺ റെയിൽവേയിലെ ജിദ്ദ് സോനിപ്പത്ത് സ്റ്റേഷനുകൾക്കിടയിൽ 90 കിലോമീറ്റർ ദൂരത്തിൽ രാജ്യത്ത് ആദ്യമായി ഹൈഡ്രജൻ ട്രെയിൻ സർവീസ് ആരംഭിക്കും. ലോകത്ത് ആകെ 5 രാജ്യങ്ങളിൽ മാത്രമാണ് നിലവിൽ ഹൈഡ്രജൻ ട്രെയിൻ സർവീസ് ഉള്ളത്. ബ്രോഡ് ഗേജിൽ ലോകത്തെ ഏറ്റവും നീളം കൂടിയ ട്രെയിനാണ് ഇന്ത്യയിലേത്. 10 കോച്ചുകളാണുള്ളത്. 25,000 പേർക്ക് യാത്ര ചെയ്യാം. ചെന്നൈയിലെ ഇന്റഗ്രൽ കോച്ച് ഫാക്ടറിയാണ് കോച്ചുകളുടെ നിർമ്മാണം നടക്കുന്നത്. കേരളത്തിലെ മാലിന്യ സംസ്കരണ പ്രവർത്തനങ്ങൾ കൂടുതൽ ജനകീയമാക്കാനും ശാസ്ത്രീയമായ മാലിന്യ സംസ്കരണ രീതികളെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കുന്നതിനുമായി ശുചിത്വ മിഷൻ സ്പോൺസർ ചെയ്ത് ആകാശവാണി ആരംഭിക്കുന്ന പ്രതിവാര റേഡിയോ പരിപാടിയുടെ പേരാണ് മാലിന്യമുക്തം നവകേരളം. 2026 ജനുവരി 5 കമ്മീഷൻ ചെയ്ത കടലിന്റെ ആവാസ വ്യവസ്ഥയ്ക്ക് ഭീഷണിയാകുന്ന വസ്തുക്കൾ നീക്കാനും തീയണക്കൽ അടക്കം രക്ഷാദൗത്യങ്ങൾ നടപ്പിലാക്കാനും ലക്ഷ്യമിട്ട് തീരദേശ സേനയ്ക്കായി തദ്ദേശീയമായി നിർമ്മിച്ച കപ്പലിന്റെ പേരാണ് ACGS സമുദ്ര പ്രതാപ്. പ്രതിരോധ മന്ത്രിയായ രാജ്നാഥ് സിംഗ് ആണ് കമ്മീഷൻ ചെയ്തത്. ഇന്ത്യയുടെ ഹൈഡ്രജൻ ട്രെയിൻ പരീക്ഷണ ഓട്ടം ഈ മാസം നടക്കും, അതായത് ജനുവരി മാസം നടന്നു. ബഹിരാകാശ പൊടിപടലം ഭൂമിയെയും ബാധിക്കുന്നു എന്ന നിർണായക കണ്ടെത്തലുകൾ നടത്തിയ ബഹിരാകാശ സംഘടനയാണ് ISRO. ബഹിരാകാശ പൊടിപടലം എന്ത് ചെയ്യുന്നു? ഭൂമിയെയും ബാധിക്കുന്നു എന്ന നിർണായക കണ്ടെത്തലുകളാണ് ISRO നടത്തിയത്. 2026 ജനുവരിയിൽ അന്തരിച്ച ഹംഗേറിയൻ ഇതിഹാസ സംവിധായകനാണ് ബേലാ താർ. 2026 ജനുവരിയിൽ അന്തരിച്ച മുൻ കേന്ദ്രമന്ത്രിയും മുതിർന്ന കോൺഗ്രസ് നേതാവുമായ വ്യക്തിയാണ് സുരേഷ് കൽമാടി. ഇന്ത്യൻ ഒളിമ്പിക്സ് അസോസിയേഷന്റെ മുൻ പ്രസിഡന്റ് ആയിരുന്നു. മുൻനിര കായിക സംഘാടകനായിരുന്നു. മുൻ കേന്ദ്ര റെയിൽവേ മന്ത്രി കൂടെയായിരുന്നു സുരേഷ് കൽമാടി. KSRTCയുടെ ഗുഡ്വിൽ അംബാസിഡറായി നിയമിതനാകുന്നത് ശ്രീ മോഹൻലാലാണ് KSRTCയുടെ ഗുഡ്വിൽ അംബാസിഡറായി നിയമിതനാകുന്നത്. 2026 ജനുവരിയിൽ അന്തരിച്ച മുൻ മന്ത്രിയും പ്രമുഖ മുസ്ലിം ലീഗ് നേതാവുമായ വ്യക്തിയാണ് VK ഇബ്രാഹിം കുഞ്ഞ്. 2026 ജനുവരിയിൽ അന്തരിച്ചു. 2005-2006 സംസ്ഥാന വ്യവസായ മന്ത്രിയായിരുന്നു. 2011-16 പൊതുമരാമത്ത് മന്ത്രി ആയിരുന്നു. സൗന്ദര്യ മത്സരങ്ങളിൽ ഏറ്റവും അധികം കിരീടം നേടിയ രാജ്യമാണ് വെനസ്വേലയാണ് സൗന്ദര്യ മത്സരങ്ങളിൽ ഏറ്റവും അധികം കിരീടം നേടിയ രാജ്യം. ബിഗ് 4 എന്നറിയപ്പെടുന്ന സൗന്ദര്യ മത്സരങ്ങളാണ് മിസ് യൂണിവേഴ്സ്, മിസ് വേൾഡ്, മിസ് ഇന്റർനാഷണൽ, മിസ് എർത്ത്. ബിഗ് 4 ഏറ്റവും അധികം കിരീടം നേടിയ രാജ്യമാണ് വെനസ്വേല. 2030 ഇന്ത്യ ആതിഥ്യം വഹിക്കുന്ന കോമൺവെൽത്ത് ഗെയിംസിന്റെ ഒരുക്കങ്ങൾക്കായി രൂപീകരിച്ച പ്രത്യേക നിർവഹണ ഏജൻസിയുടെ അധ്യക്ഷയായി ചുമതലയേറ്റത് PT ഉഷയാണ്. ജനുവരി 8 നോക്കിയാൽ ഇന്റർനാഷണൽ ടൈപ്പിംഗ് ഡേ ആണ് ജനുവരി 8 എന്ന് പറയുന്നത്. എർത്ത് റൊട്ടേഷൻ ഡേ, അതായത് ഭൂഭ്രമണ ദിനം കൂടെയാണ് 2008. ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിച്ച ദിനം കൂടെയാണ് ജനുവരി 8 എന്ന് പറയുന്നത്. സംസ്ഥാന സർക്കാരിന്റെ ഈ വർഷത്തെ ഹരിവരാസനം പുരസ്കാരത്തിന് അർഹനായത് പ്രശസ്ത നാഗസ്വര വിദ്വാനായിട്ടുള്ള തിരുവിഴ ജയശങ്കർ. പുരസ്കാരം വരുന്നത് 1 ലക്ഷം രൂപയാണ്. സംസ്ഥാനത്തെ ദേവസ്വം വകുപ്പ് മന്ത്രിയുടെ പേര് വി വാസവൻ. തുഞ്ചത്തെഴുത്തച്ഛൻ ശ്രേഷ്ഠ പുരസ്കാരത്തിന് അർഹനായത് കോൺഗ്രസ് നേതാവായിട്ടുള്ള MM ഹസൻ ആണ്. സംസ്ഥാന നിയമസഭാ സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത് NS മാധവനാണ് സംസ്ഥാന നിയമസഭാ സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത്. അമേരിക്ക പിടിച്ചെടുത്ത റഷ്യയുടെ പതാക വഹിക്കുന്ന കൂറ്റൻ എണ്ണക്കപ്പലിന്റെ പേരാണ് ബെല്ല 1. അമേരിക്ക സൈനിക നീക്കത്തിലൂടെ പ്രസിഡന്റിനെ തടങ്കലാക്കിയ വെനസ്വേലയിൽ നിന്ന് എണ്ണ കടത്താൻ ഉപയോഗിക്കുന്ന ടാങ്കർ എന്ന മുദ്ര കുത്തിയാണ് ഈ നടപടി ഉണ്ടായത്. റഷ്യ ബെല്ലയുടെ രജിസ്ട്രേഷൻ റഷ്യയിലോട്ട് മാറ്റി മാരിനയ എന്ന് പേര് മാറ്റി. അതുവരെ ഗയാന രജിസ്ട്രേഷനിലായിരുന്നു ഇതുണ്ടായിരുന്നത്.
2006 കേന്ദ്ര ബജറ്റ് അവതരിപ്പിച്ചു. ഫെബ്രുവരി 1 അവതരിപ്പിച്ചത്. 2026 ജനുവരിയിൽ ആധികാരികത, അഭിവൃദ്ധി, കൂട്ടായ്മ എന്നീ ആശയങ്ങൾ മുൻനിർത്തി ഫോർച്യൂണർ വേവ് എന്ന പേരിൽ പുതിയ ബ്രാൻഡ് നയത്തിന് രൂപം നൽകിയ ബാങ്കാണ് ഫെഡറൽ ബാങ്ക്. ഫെഡറൽ ബാങ്കിന്റെ ബ്രാൻഡ് അംബാസിഡർ ആണ് വിദ്യാബാലനാണ് ഫെഡറൽ ബാങ്കിന്റെ ബ്രാൻഡ് അംബാസിഡർ. US ലോസ് ഏഞ്ചലസിലെ പ്രശസ്തമായ ഓസ്കാർ അക്കാദമി മ്യൂസിയത്തിൽ വേർ ദ ഫോറസ്റ്റ് മീറ്റ് ദ സീ എന്ന ചലച്ചിത്ര പരമ്പരയിൽ പ്രദർശിപ്പിക്കുന്ന ഏക ഇന്ത്യൻ ചിത്രമാണ് ഭ്രമയുഗം. മമ്മൂട്ടി നായകനായ ഭ്രമയുഗം. മമ്മൂട്ടി അഭിനയിച്ച ഒരു സിനിമ ആദ്യമായാണ് ഓസ്കാർ മ്യൂസിയത്തിൽ പ്രദർശനത്തിന് എത്തുന്നത്. അവതാർ ഗ്രൂപ്പ് പുറത്തിറക്കിയ പുതിയ സർവേ റിപ്പോർട്ട് പ്രകാരം വനിതാ സൗഹൃദ നഗരങ്ങളുടെ പട്ടികയിൽ 1ാമത് നിൽക്കുന്നത് ബംഗളൂരു ആണ്. 9ാം സ്ഥാനമാണ് തിരുവനന്തപുരത്തിനുള്ളത്. 9ാം സ്ഥാനം തിരുവനന്തപുരം. നഗരപ്രദേശങ്ങളിലെ 65 വയസ്സിന് മുകളിലുള്ളവർക്കായി സംസ്ഥാന സാമൂഹിക സുരക്ഷാ മിഷൻ വഴി നടപ്പിലാക്കുന്ന പദ്ധതിയാണ് വയോമിത്രം. പദ്ധതികൾ ഓർക്കുക, വയോമിത്രം പദ്ധതി. ഡിമെൻഷ്യ, അൽഷിമേഴ്സ് മെമ്മറി സ്ക്രീനിംഗ് നടത്തുന്നതിനായി സാമൂഹിക സുരക്ഷാ മിഷൻ മുഖേന നടപ്പിലാക്കുന്ന പദ്ധതിയുടെ പേര് ഓർമ്മത്തോണി എന്നാണ്. ഇതും ഓർത്തു വയ്ക്കുക, ഓർമ്മത്തോണി പദ്ധതി. രാജ്യത്തെ ആദ്യത്തെ എയർബസ് A321 SLR മോഡൽ വിമാനം സ്വന്തമാക്കിയ കമ്പനി ഇൻഡിഗോ. ജനുവരി 9 പോയാൽ പ്രവാസി ഭാരതീയ ദിവസമാണ് ജനുവരി 9 എന്ന് പറയുന്നത്. അതായത് പ്രവാസി ഭാരതീയ ദിനം, NRI ഡേ എന്നൊക്കെ പറയുന്നത് ജനുവരി 9 ജനുവരി 9. ആധാറിന് പുതിയൊരു ഭാഗ്യചിഹ്നമുണ്ട്. ഭാഗ്യചിഹ്നത്തിന്റെ പേരാണ് ഉദയ് എന്നാണ് ഭാഗ്യചിഹ്നത്തിന്റെ പേര്. UIDAI എന്ന വാക്കുമായിട്ട് ചേർന്ന് വരുന്ന ഉദയ് എന്നാണ് ഭാഗ്യചിഹ്നത്തിന് പേരിട്ടിരിക്കുന്നത്. പേര് നിർദ്ദേശിച്ചത് പൂനെ സ്വദേശിയായിട്ടുള്ള റിയ ജെയിൻ ആണ്. മറ്റൊരു കാര്യം, ഭാഗ്യചിഹ്നം ഡിസൈൻ ചെയ്തത് മലയാളിയായിട്ടുള്ള അരുൺ ഗോകുലാണ് ഭാഗ്യചിഹ്നം ഡിസൈൻ ചെയ്തത് ആരാണെന്ന് ചോദിച്ചാൽ അത് ഓർത്തു വെക്കുക, അരുൺ ഗോകുലാണ്. മലയാളി കൂടെയാണ് ഇദ്ദേഹം. 2026 ജനുവരിയിൽ ആഷസ് ക്രിക്കറ്റ് കിരീടം സ്വന്തമാക്കിയ രാജ്യം ഓസ്ട്രേലിയയാണ്. 2026 ജനുവരിയിലെ ആഷസ് ക്രിക്കറ്റ് കിരീടം സ്വന്തമാക്കിയത്. ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ലക്ഷദ്വീപിന്റെ ഭാഗമായ കവരത്തി ലഗൂണിൽ നിന്ന് കണ്ടെത്തിയ സൂക്ഷ്മജീവി ക്രസ്റ്റേഷ്യ വിഭാഗത്തിൽപ്പെട്ട ഹർപാക്ടിക്കോയിഡ് കോപ്പിപ്പോഡ് എന്ന സൂക്ഷ്മജീവിയെയാണ് കണ്ടെത്തിയത്. ഇന്ത്യ ഫോൺ ബിജോ എന്ന പേരാണ് ഇതിന് നൽകിയിരിക്കുന്നത്. ഇന്ത്യക്കുള്ള ആദരമായിട്ടാണ് ഇന്ത്യ എന്ന് ചേർത്തിട്ടുള്ളത്. കൊച്ചി സർവകലാശാല ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയിലെ സമുദ്ര ജീവശാസ്ത്ര വിഭാഗത്തിലെ അക്കാദമിക് ഡീൻ ആയിട്ടുള്ള പ്രൊഫസർ S ബിജോയ് നന്ദയ്ക്കുള്ള ആദരമാണ് ബിജോ എന്ന പേര് നൽകാൻ കാരണം. 2026 ജനുവരിയിൽ ഐക്യരാഷ്ട്രസഭയുടെ കീഴിലെ 31 ഏജൻസികൾ ഉൾപ്പെടെ 66 അന്താരാഷ്ട്ര സംഘടനകളിൽ നിന്ന് പിന്മാറിയ രാജ്യത്തിന്റെ പേര് അമേരിക്ക എന്നാണ്. അമേരിക്കയാണ് 2026 ജനുവരിയിൽ ഐക്യരാഷ്ട്രസഭയുടെ കീഴിലുള്ള 31 ഏജൻസികൾ ഉൾപ്പെടെ 66 അന്താരാഷ്ട്ര സംഘടനകളിൽ നിന്ന് പിന്മാറിയത്. കേരള പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷന്റെ ചരിത്രത്തിൽ ആദ്യമായി ഒരു ജില്ലയുടെ സാരഥ്യം ഏറ്റെടുക്കുന്ന വനിതാ സെക്രട്ടറിയാണ് M റുബീന ജില്ല, മലപ്പുറം ജില്ലാ സെക്രട്ടറിയാണ് M റുബീന. 46 വർഷത്തെ പാരമ്പര്യമുള്ള സംഘടനയുടെ ചരിത്രത്തിൽ ആദ്യമായാണ് സംസ്ഥാനത്ത് ഒരു ജില്ലയ്ക്ക് സെക്രട്ടറിയായി വനിത വരുന്നത്. സംസ്ഥാനത്തെ ഏത് വന്യജീവി സങ്കേതത്തെയാണ് ചിത്രശലഭ സങ്കേതമായി പ്രഖ്യാപിക്കാൻ ഒരുങ്ങുന്നത്? അത് ആറളം വന്യജീവി സങ്കേതമാണ്. ഇനി ആറളം ചിത്രശലഭ സങ്കേതം എന്നും അറിയപ്പെടും. സംസ്ഥാനത്തെ ആദ്യ വ്യവസായ പാർക്ക് നിലവിൽ വരുന്നത് ലക്കടിയിലാണ്. പാലക്കാട് ജില്ലയിലെ ലക്കടിയിലാണ് സംസ്ഥാനത്തെ ആദ്യ വ്യവസായ പാർക്ക് നിലവിൽ വരുന്നത്. 2026 ജനുവരിയിൽ വിരമിക്കുന്ന കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിന്റെ പേര് ജസ്റ്റിസ് നിതിൻ ജാംദാർ എന്നാണ്. മഹാരാഷ്ട്ര സ്വദേശിയാണ്. കേരള ഹൈക്കോടതിയുടെ പുതിയ ചീഫ് ജസ്റ്റിസിന്റെ പേര് നമ്മൾ പഠിച്ചു, ജസ്റ്റിസ് സൗമൻ സെൻ എന്നാണ്. ഓക്കെ. 2026 ISRO വിക്ഷേപിക്കുന്ന ആദ്യ ഉപഗ്രഹമാണ് അന്വേഷ എന്നാണ്. 2026 ISRO വിക്ഷേപിക്കുന്ന ആദ്യ ഉപഗ്രഹത്തിന്റെ പേര് ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചു വയ്ക്കുക, അന്വേഷ. 2026 ജനുവരി 12 ശ്രീഹരിക്കോട്ടയിൽ നിന്നാണ് ഇതിന്റെ വിക്ഷേപണം നടന്നത്. വിക്ഷേപണ വാഹനം PSLV ആണ്. PSLVയുടെ 62ാമത്തെ ദൗത്യമാണ്. 62ാമത്തെ ദൗത്യം PSCയുടെ 2006 ISRO വിക്ഷേപിക്കുന്ന ആദ്യ ഉപഗ്രഹമാണ് അന്വേഷ. 2026 റിപ്പബ്ലിക് ദിന പരേഡിൽ വിശിഷ്ടാതിഥിയായി തിരഞ്ഞെടുക്കപ്പെട്ട മലയാളി വനിതകളാണ് KV ബിന്ദുവും എലിസബത്ത് ജോർജും. KV ബിന്ദു ആൻഡ് എലിസബത്ത് ജോർജ്. ഓപ്പൺ AI അവതരിപ്പിക്കുന്ന ആദ്യത്തെ AI പവർ ഉപകരണത്തിന്റെ പേരാണ് ഗംഡ്രോം എന്നാണ് പേര്. മിസിസ് ഇന്ത്യ മത്സരത്തിൽ റണ്ണറപ്പ് കിരീടം നേടിയ മലയാളിയുടെ പേര് ഷിക സന്തോഷ് എന്നാണ്.
ദേശീയ ഫിഷറീസ് വികസന ബോർഡിന്റെ പ്രാദേശിക കേന്ദ്രം സ്ഥാപിതമാകുന്നത് തിരുവനന്തപുരത്താണ്. ദേശീയ ഫിഷറീസ് വികസന ബോർഡിന്റെ പ്രാദേശിക കേന്ദ്രമാണ് തിരുവനന്തപുരത്ത് സ്ഥാപിതമാകുന്നത്. 2006 ജനുവരിയിലെ കണക്കു പ്രകാരം ലോകത്തെ ഏറ്റവും മൂല്യമുള്ള കമ്പനിയാണ് എൻവിഡിയ. രണ്ടാമത്തെ സ്ഥാനം ഗൂഗിളിന്റെ മാതൃ കമ്പനിയായിട്ടുള്ള ആൽഫാബെറ്റിനാണ്. അപ്പോൾ ഒന്നാം സ്ഥാനം എൻവിഡിയ, രണ്ടാം സ്ഥാനം ആൽഫാബെറ്റ്. അറ്റോമിക് എനർജി റെഗുലേറ്ററി ബോർഡ് AERB ചെയർമാനായി നിയമിതനായ മലയാളിയുടെ പേര് AK ബാലസുബ്രഹ്മണ്യനാണ് AERBയുടെ ചെയർമാനായി നിയമിതനായത്. ഇനി ജനുവരി 10 വേൾഡ് ഹിന്ദി ഡേ ആണ്. ലോക ഹിന്ദി ദിനമാണ് ജനുവരി 10. 2006 കേന്ദ്ര ബജറ്റ് സമ്മേളനം നടക്കുന്നത് ജനുവരി 28 മുതൽ ഏപ്രിൽ 2 വരെയാണ്. ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. 2026 ജനുവരിയിൽ നേർത്ത കൈകളുള്ള തവളകളെ കണ്ടെത്തിയ സംസ്ഥാനമാണ് അരുണാചൽ പ്രദേശ്. സമൂഹത്തിൽ വിവിധ തരത്തിൽ ഇരകളാക്കപ്പെടുന്ന സ്ത്രീകൾക്കും കുട്ടികൾക്കും ആശ്വാസത്തിന്റെ തണൽ ഒരുക്കുന്ന കുടുംബശ്രീ മിഷന്റെ കീഴിലുള്ള ജെൻഡർ ഹെൽപ്പ് ഡെസ്ക് ആണ് സ്നേഹിത. ഓക്കെ, ഇതാണ് സ്നേഹിതയുടെ ടോൾ ഫ്രീ നമ്പർ. 2026 ജനുവരിയിൽ US പിടിച്ചെടുത്ത കരീബിയൻ കടലിൽ വെനസ്വേലയുമായി ബന്ധമുള്ള കപ്പലാണ് ഒലീന. ഖേലോ ഇന്ത്യൻ ബീച്ച് ഗെയിംസ് പുരുഷ ഫുട്ബോളിൽ കിരീടം നേടിയ സംസ്ഥാനം കേരളമാണ്. ദാദ്ര നഗർ ഹവേലിയിൽ നടന്ന മത്സരത്തിന്റെ ഫൈനലിൽ ഗോവയെയാണ് കേരളം പരാജയപ്പെടുത്തിയത്. ജനുവരി 12 വിവേകാനന്ദ ജയന്തിയാണ്. ദേശീയ യുവജന ദിനം കൂടെയാണ്. നാഷണൽ യൂത്ത് ഡേ ആണ് ജനുവരി 12. ISROയുടെ പുതുവർഷത്തെ ആദ്യത്തെ വിക്ഷേപണമാണ് EOS N1 എന്ന് പറയുന്നത് അന്വേഷയാണ്. നമ്മൾ പഠിച്ചതാണ് അന്വേഷ. അടുത്ത് കേരള ഹൈക്കോടതിയുടെ പുതിയ ചീഫ് ജസ്റ്റിസായി സത്യപ്രതിജ്ഞ ചെയ്തത് ജസ്റ്റിസ് സൗമൻ സെൻ ആണ്. ഇതും നമ്മൾ പഠിച്ചതാണ്. ബംഗ്ലാദേശ് നാഷണൽ പാർട്ടി ചെയർമാനായി നിയമിതനായത് താരിഖ് റഹ്മാൻ. സ്ത്രീയെ അവളുടെ ഗർഭവുമായി മുന്നോട്ട് പോകാൻ നിർബന്ധിക്കുന്നത് സ്വന്തം ശരീരത്തിന്റെ കാര്യത്തിൽ അവൾക്കുള്ള സ്വയാധികാരത്തിന്റെ ലംഘനമാണെന്ന് പ്രസ്താവിച്ച ഹൈക്കോടതിയാണ് ഡൽഹി ഹൈക്കോടതിയാണ്. സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ കുട്ടികൾക്കായി ഒരുക്കിയ ഒരു ഇന്റർനെറ്റ് റേഡിയോ ഉണ്ട്. അതിന്റെ പേരാണ് റേഡിയോ നെല്ലിക്ക. ഓർത്തുവയ്ക്കുക. സംസ്ഥാന ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി കൗൺസിലിന്റെ ബാലശാസ്ത്ര സാഹിത്യ വിഭാഗത്തിലുള്ള പുരസ്കാരം നേടിയത് പ്രദീപ് ഓർക്കാട്ടേരിയാണ്. അർഹമായ കൃതിയുടെ പേര് പുല്ലരി മധുരം. ഭിന്നശേഷിക്കാർക്കായി മജീഷ്യൻ ഗോപിനാഥ് മുതുകാടിന്റെ നേതൃത്വത്തിൽ വീട് വെച്ച് നൽകുന്ന പദ്ധതിയാണ് മാജിക് ഹോം. ദേശീയ ബാസ്കറ്റ്ബോൾ ചാമ്പ്യൻഷിപ്പിൽ ജേതാക്കളായത് ഇന്ത്യൻ റെയിൽവേസ് ആണ്. ദേശീയ ബാസ്കറ്റ്ബോൾ ചാമ്പ്യൻഷിപ്പിൽ ജേതാക്കളായത്. ദേശീയ സീനിയർ വോളിബോൾ ചാമ്പ്യൻഷിപ്പിൽ വനിതാ വിഭാഗത്തിൽ ജേതാക്കളായത് കേരളമാണ്. അശ്വമേധം ക്യാമ്പയിൻ ഏത് രോഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അശ്വമേധം നമ്മൾ പഠിച്ചു. അശ്വമേധം ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കുഷ്ഠരോഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. വനിതാ പ്രീമിയർ ലീഗ് നിയന്ത്രിക്കുന്ന ഏക മലയാളിയാണ് ടോണി ഇമ്മട്ടിയാണ് വനിതാ പ്രീമിയർ ലീഗ് നിയന്ത്രിക്കുന്ന ഏക മലയാളി. ഉപഗ്രഹങ്ങൾക്ക് ബഹിരാകാശത്ത് വെച്ച് തന്നെ ഇന്ധനം നിറയ്ക്കാനുള്ള നൂതന സാങ്കേതിക വിദ്യ വികസിപ്പിച്ചെടുത്ത ചെന്നൈ ആസ്ഥാനമായുള്ള ബഹിരാകാശ സ്റ്റാർട്ടപ്പാണ് ഓർബിറ്റ് എയ്ഡ് എയറോസ്പേസ്. 2026 ജനുവരിയിൽ തദ്ദേശീയമായി വികസിപ്പിച്ച 3ാം തലമുറ പോർട്ടബിൾ ടാങ്ക് മേധ മിസൈൽ പരീക്ഷിച്ച രാജ്യം ഇന്ത്യയാണ്. രാജ്യമാണ് ഇന്ത്യ. ഏത് സംസ്ഥാനമാണ് സ്വന്തമായി ബാക്ടീരിയയെ പ്രഖ്യാപിക്കുന്ന സംസ്ഥാനം? കേരളമാണ്. മനുഷ്യരുടെയും മൃഗങ്ങളുടെയും ആരോഗ്യത്തിന് പുറമെ കൃഷിയിലും വ്യവസായത്തിലുമൊക്കെ സൂക്ഷ്മാണുക്കൾ വഹിക്കുന്ന പങ്കിനെ കുറിച്ച് ബോധവൽക്കരണം നടത്തുകയാണ് കേരളത്തിന്റെ സ്വന്തം ബാക്ടീരിയ പ്രഖ്യാപിക്കുക എന്നത് വഴിയുള്ള ലക്ഷ്യം. നിർമ്മിത ബുദ്ധി ചാറ്റ് ബോട്ടായ ഗ്രോക്കിനെ നിരോധിക്കുന്ന ആദ്യത്തെ രാജ്യങ്ങളാണ് മലേഷ്യയും ഇന്തോനേഷ്യയിലും ടൂളായിട്ടുള്ള ഗ്രോക്കിനെ നിരോധിച്ചിട്ടുണ്ട്. കിടപ്പ് രോഗികൾക്ക് പരിചരണം നൽകുന്ന കുടുംബശ്രീ മിഷന്റെ പദ്ധതിയാണ് സാന്ത്വന മിത്ര. കിടപ്പ് രോഗികൾക്ക് പരിചരണം നൽകുകയാണ് കുടുംബശ്രീ മിഷന്റെ സാന്ത്വന മിത്ര പദ്ധതിയുടെ ലക്ഷ്യം. മെഡിക്കൽ കോളേജുകളിൽ എത്തുന്ന രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും താമസ സൗകര്യം ഒരുക്കുന്ന പദ്ധതിയാണ് ആശ്വാസ വാടക വീട്. 2026 ജനുവരിയിൽ വിരമിക്കൽ പ്രഖ്യാപിച്ച അലീസ ഹീലി ഏത് രാജ്യത്തെ വനിതാ ക്രിക്കറ്റ് താരമാണ്? ഓസ്ട്രേലിയൻ ക്രിക്കറ്റ് താരമാണ് അലീസ ഹീലി. 2026 അണ്ടർ 19 ക്രിക്കറ്റ് ലോകകപ്പിന് വേദിയാകുന്നത് സിംബാബ്വെയാണ്. ഓക്കെ.
2026 ജനുവരിയിൽ അന്തരിച്ച പ്രശസ്ത US കാർട്ടൂണിസ്റ്റിന്റെ പേര് സ്കോട്ട് ആഡംസ് എന്നാണ്. സ്കോട്ട് ആഡംസ്, ഈ പേരും ഓർത്തു വയ്ക്കുക, സ്കോട്ട് ആഡംസ്. ജനുവരി 14 വേൾഡ് ലോജിക് ഡേ ആണ്, യുക്തിചിന്താ ദിനമാണ് ജനുവരി 14. ജനുവരി 15 എന്നാണ് ഇന്ത്യൻ ആർമി ഡേ, കരസേനാ ദിനമാണ്. അതുപോലെ തന്നെ വിക്കിപീഡിയ ദിനം കൂടെയാണ് എന്ത്, ജനുവരി 15. സ്പാനിഷ് സൂപ്പർ കപ്പ് ചാമ്പ്യന്മാരായത് ബാഴ്സലോണയാണ്. സ്പാനിഷ് സൂപ്പർ കപ്പ് ചാമ്പ്യന്മാർ ബാഴ്സലോണ. സുഗതകുമാരിയുടെ സ്മരണയ്ക്കായി സോൾ ലൈറ്റ് ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ഏർപ്പെടുത്തിയ പുരസ്കാരത്തിന് അർഹനായത് പ്രഭാവർമ്മയാണ്. രൗദ്രസാത്വികം എന്ന കൃതിക്കാണ് പുരസ്കാരം ലഭിച്ചത്. ഓർത്തുവയ്ക്കുക, രൗദ്രസാത്വികം എന്ന കൃതിക്ക്. 2026 ജനുവരിയിൽ അന്തരിച്ച പ്രശസ്ത പരിസ്ഥിതി പ്രവർത്തകന്റെ പേര് ജി രാജ്കുമാർ ആണ്. രാജ്കുമാർ. ഓക്കെ. കോമൺവെൽത്ത് രാജ്യങ്ങളിലെ സ്പീക്കർമാരുടെയും പ്രിസൈഡിംഗ് ഓഫീസർമാരുടെയും 28ാമത് സമ്മേളനം നടന്ന വേദി ഡൽഹിയിൽ ആയിരുന്നു. റോളർ സ്കേറ്റിംഗ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ വിശാഖപട്ടണത്ത് നടത്തിയ 63ാമത് ദേശീയ റോളർ സ്കേറ്റിംഗ് ചാമ്പ്യൻഷിപ്പിൽ കേരളത്തിന് വേണ്ടി സ്വർണ്ണ മെഡൽ കരസ്ഥമാക്കിയത് ശ്രേയ ബാലഗോപാൽ ആയിരുന്നു. 2025 ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ചത് EP രാജഗോപാലിനാണ്. EP രാജഗോപാൽ. സിനിമാ രംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള പ്രേം നസീർ ഫൗണ്ടേഷന്റെ പ്രേം നസീർ പുരസ്കാരത്തിന് അർഹനായ സംവിധായകൻ പ്രിയദർശനാണ്. പ്രേം നസീർ ഫൗണ്ടേഷന്റെ പ്രേം നസീർ പുരസ്കാരത്തിനാണ് ഇദ്ദേഹം അർഹനായത്. കിടപ്പ് രോഗികൾക്ക് പരിചരണം നൽകുന്ന കുടുംബശ്രീ മിഷന്റെ പദ്ധതിയാണ് സാന്ത്വനമിത്ര. ഇത് നമ്മൾ പഠിച്ചു, സാന്ത്വനമിത്രയെ കുറിച്ച്. മികച്ച ഭൗതിക സാഹചര്യങ്ങളും നിക്ഷേപ സൗഹൃദ അന്തരീക്ഷവുമുള്ള കേരളത്തിലേക്ക് തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്ന പ്രൊഫഷണലുകൾക്ക് തൊഴിലവസരങ്ങൾ സാധ്യമാക്കുന്ന കേരള സ്റ്റാർട്ടപ്പ് മിഷന്റെ ക്യാമ്പയിന്റെ പേരാണ് തിരികെ. തിരികെ എന്ന് പറയുന്നത് കേരള സ്റ്റാർട്ടപ്പ് മിഷന്റെ ഒരു ക്യാമ്പയിനാണ്. എന്താണ്? മികച്ച ഭൗതിക സാഹചര്യങ്ങളും നിക്ഷേപ സൗഹൃദ അന്തരീക്ഷവുമുള്ള കേരളത്തിലേക്ക് തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്ന പ്രൊഫഷണലുകൾക്ക് തൊഴിലവസരങ്ങൾ സാധ്യമാക്കുക എന്നുള്ളതാണ് ഈ ക്യാമ്പയിന്റെ ലക്ഷ്യം. തിരികെ എന്ന പേര് ഓർത്തു വയ്ക്കുക. കൊട്ടക് മഹേന്ദ്ര ബാങ്കിന്റെ മുഴുവൻ സമയ ഡയറക്ടറായി നിയമിതനായത് അനൂപ് കുമാർ സാഹയാണ്. അനൂപ് കുമാർ സാഹ. ജനുവരി 16 നാഷണൽ സ്റ്റാർട്ടപ്പ് ദിനമാണ്, നാഷണൽ സ്റ്റാർട്ടപ്പ് ഡേ. കുടുംബശ്രീയുടെ കാർഷിക ഭക്ഷ്യ വിഭവങ്ങൾ ആഗോള വിപണിയിൽ എത്തിക്കുന്ന പുതിയ ബ്രാൻഡാണ് കെ ഇനം. കെ ഇനം എന്നും ഓർത്തു വയ്ക്കുക, ചോദിക്കാൻ സാധ്യതയുണ്ട്. അനാഥരായി സർക്കാർ ചിൽഡ്രൻസ് ഹോമുകളിൽ കഴിയുന്ന കുട്ടികൾക്ക് അവധിക്കാല വാസമൊരുക്കുന്ന സംസ്ഥാന സർക്കാർ പദ്ധതിയുടെ പേര് ഫോസ്റ്റൽ കെയർ എന്നാണ്. ഫോസ്റ്റൽ കെയർ. ഇന്ത്യയിലെ ആദ്യത്തെ ഹാബിറ്റ് ബിൽഡിംഗ് പ്ലാറ്റ്ഫോമായ ഹാബിൽഡ് ആരോഗ്യകരമായ ജീവിതശൈലി പ്രോത്സാഹിപ്പിക്കുന്നതിനായി ആരംഭിച്ച ഫ്ലാഗ്ഷിപ്പ് പദ്ധതിയാണ് ഹർ ഘർ യോഗ. എന്താണ്? ഹർ ഘർ യോഗ. ആലുവ സർവമത സമ്മേളന ശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായി ഫെബ്രുവരി 20 ശിവഗിരി മഠത്തിന്റെ ആഭിമുഖ്യത്തിൽ ലോക മത പാർലമെന്റ് സംഘടിപ്പിക്കുന്നു. റഷ്യയിലാണ് അത് സംഘടിപ്പിക്കുന്നത്. ഈ ദിവസം കൂടെ ഓർക്കുക, ഫെബ്രുവരി 20 ഇത് സംഘടിപ്പിക്കുന്നത്. ഇന്ത്യൻ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചറൽ റിസർച്ച് അംഗീകൃതമായ മൃഗ ഇനങ്ങൾക്കുള്ള രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ലഭിച്ച കേരളത്തിലെ തനത് താറാവിനം ഏതാണ് എന്ന് ചോദിച്ചാൽ അത് കുട്ടനാടൻ താറാവാണ്. കുട്ടനാടൻ താറാവ്. നടൻ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയുടെ സ്മരണാർത്ഥമുള്ള പുരസ്കാരത്തിന് മരണാനന്തര ബഹുമതിയായി അർഹനായത് ശ്രീനിവാസനാണ്. അന്തരിച്ച നടൻ ശ്രീനിവാസൻ. വ്യോമസേനയ്ക്കായി പരിഷ്കരിച്ച 114 റഫേൽ F4 സ്റ്റാർ യുദ്ധവിമാനങ്ങൾ വാങ്ങാൻ ഇന്ത്യ ഏത് രാജ്യവുമായാണ് ധാരണയിൽ എത്തിയത്? ശരിയായ ഉത്തരം ഫ്രാൻസ് ആണ്. ഫ്രാൻസ്. ഓക്കെ. ചാരവൃത്തി നടത്തിയെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് റഷ്യ പുറത്താക്കിയ ബ്രിട്ടീഷ് നയതന്ത്രജ്ഞൻ ആരാണ്? ഗാരേത്ത് സാമുവൽ ഡേവിസ് ആണ്. ഗാരേത്ത് സാമുവൽ ഡേവിസ്. ഓക്കെ. 2026 ജനുവരിയിൽ അന്തരിച്ച അമേരിക്കൻ പൗരാവകാശ പോരാളിയാണ് ക്ലോഡറ്റ് കോൾവിൻ. ക്ലോഡറ്റ് കോൾവിൻ. 78ാമത് കരസേനാ ദിനാഘോഷ വേദിയായത് ജയ്പൂരാണ്. രാജസ്ഥാനിലെ ജയ്പൂർ. 18ാമത് വൈക്കം മുഹമ്മദ് ബഷീർ പുരസ്കാരത്തിന് അർഹനായത് എസ് ഹരീഷാണ്. കൃതി പട്ടുനൂൽ പുഴു. പട്ടുനൂൽ പുഴു എന്ന നോവലിനാണ് എസ് ഹരീഷിന് വൈക്കം മുഹമ്മദ് ബഷീർ പുരസ്കാരം ലഭിച്ചത്. കയറ്റുമതിക്കായി സംസ്ഥാനങ്ങൾ എത്രത്തോളം സജ്ജരാണെന്ന് സംബന്ധിച്ച് നീതി ആയോഗ് തയ്യാറാക്കിയ സൂചികയിൽ കേരളത്തിന്റെ സ്ഥാനം 11. മലയാള ചലച്ചിത്ര രംഗത്തെ ആയുഷ്കാല സംഭാവനയ്ക്കുള്ള 2024 JC ഡാനിയൽ പുരസ്കാരത്തിന് അർഹനായത് നടി ശാരദയാണ്. 50 ലക്ഷം രൂപയും പ്രശസ്തി പത്രവും ശില്പവും അടങ്ങുന്നതാണ് പുരസ്കാരം. പട്ടാള നിയമം പ്രഖ്യാപിച്ചതുമായി ബന്ധപ്പെട്ട് 5 കൊല്ലം തടവ് ലഭിച്ച യുൻ സുക് യോൾ ഏത് രാജ്യത്തെ പ്രസിഡന്റാണ്? ദക്ഷിണ കൊറിയയിലെ പ്രസിഡന്റ് ആയിരുന്നു. കോമൺവെൽത്ത് സ്പീക്കർമാരുടെ 28ാമത് സമ്മേളന വേദി നമ്മൾ പഠിച്ചു, ഡൽഹിയിലാണ്. 29ാമത് വേദി ലണ്ടനിലാണ്. KCBയിലെ അഴിമതിയും ക്രമക്കേടും കണ്ടെത്താൻ വിജിലൻസ് നടത്തിയ സംസ്ഥാനതല റെയ്ഡിന്റെ പേരാണ് ഓപ്പറേഷൻ ഷോർട്ട് സർക്യൂട്ട്. ഓപ്പറേഷൻ ഷോർട്ട് സർക്യൂട്ട്.
ആസ്പിയർ വിഭാഗത്തിലുള്ള സ്റ്റാർട്ടപ്പ് ഇന്ത്യ പുരസ്കാരം ലഭിച്ച മലയാളി സ്റ്റാർട്ടപ്പാണ് ഫ്യൂസലേജ് ഇന്നവേഷൻ പ്രൈവറ്റ് ലിമിറ്റഡ്. ഫ്യൂസലേജ് ഇന്നവേഷൻ പ്രൈവറ്റ് ലിമിറ്റഡ്. ചബഹാർ തുറമുഖം സ്ഥിതി ചെയ്യുന്ന രാജ്യം ഇറാനാണ്. ചബഹാർ തുറമുഖം ഇറാനിലാണ്. ആർട്ടമിസ്റ്റ് 2 ചാന്ദ്ര ദൗത്യം നടത്തുന്ന രാജ്യത്തിന്റെ പേര് അമേരിക്കയാണ് ആർട്ടമിസ്റ്റ് 2 ചാന്ദ്ര ദൗത്യം നടത്തുന്നത്. ഇന്ത്യയിലെ 77ാമത് റിപ്പബ്ലിക് ദിനാഘോഷത്തിൽ മുഖ്യാതിഥിയായി പങ്കെടുത്തത് ആരാണ്? യൂറോപ്യൻ കൗൺസിൽ പ്രസിഡന്റ് ആന്റോണിയോ കോസ്റ്റയും യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റ് ഉർസുല വോണ്ടർലൈനുമാണ്. മത്സ്യബന്ധനം, മത്സ്യകൃഷി എന്നീ മേഖലകളിലെ സാങ്കേതിക വിദ്യയും നവീകരണവും മെച്ചപ്പെടുത്തുന്നതിനായി ഇന്ത്യ ഏത് രാജ്യവുമായാണ് കരാറിൽ ഒപ്പുവെച്ചത്? രാജ്യം ഇസ്രായേലുമായാണ്. ഇന്ത്യയുടെ 92ാമത് ചെസ് ഗ്രാൻഡ് മാസ്റ്റർ പദവി കൈവരിച്ചത് ആര്യൻ വാർഷ്ണി. ജീവിത പ്രതിസന്ധികളെ തരണം ചെയ്യാൻ സ്ത്രീകളെ പ്രാപ്തരാക്കുക എന്ന ലക്ഷ്യത്തോടെ കേരള വനിതാ കമ്മീഷൻ ആരംഭിച്ച ക്യാമ്പയിനാണ് പറന്നുയരാം കരുത്തോടെ എന്നാണ്. പറന്നുയരാം കരുത്തോടെ. ബ്രാൻഡ് അംബാസിഡർ മഞ്ജു വാര്യർ. 50 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം മനുഷ്യനെ വീണ്ടും ചന്ദ്രന്റെ ഭ്രമണപഥത്തിൽ എത്തിക്കാൻ ലക്ഷ്യമിടുന്ന നാസയുടെ പദ്ധതിയാണ് ആർട്ടമിസ്റ്റ് 2. സംസ്ഥാന സ്കൂൾ കലോത്സവ ചരിത്രത്തിൽ ആദ്യമായി ഓൺലൈനായി, അതായത് വീഡിയോ കോൺഫറൻസ് വഴി മത്സരത്തിൽ പങ്കെടുത്ത വിദ്യാർത്ഥിയുടെ പേര് സിയ ഫാത്തിമയാണ്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്തുവെക്കുക, സിയ ഫാത്തിമ. ആർട്ടമിസ്റ്റ് 2 ദൗത്യത്തിലൂടെ ചന്ദ്രനിലേക്ക് യാത്ര തിരിക്കുന്ന ആദ്യ വനിതയാണ് ക്രിസ്റ്റീന കോച്ച്. ഇന്ത്യയിലെ ആദ്യത്തെ വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിൻ സർവീസ് ആരംഭിച്ച റൂട്ട് ഹൗറ ഗുവാഹത്തി. ലോകത്തിലെ പ്രമേഹ രോഗികളുടെ എണ്ണത്തിൽ ഇന്ത്യയുടെ സ്ഥാനം 2ാം സ്ഥാനമാണ്. 2ാം സ്ഥാനത്താണ് പ്രമേഹ രോഗിയുടെ കാര്യത്തിൽ ഇന്ത്യ. 1ാം സ്ഥാനത്തേതാണ് ചൈന തന്നെയാണ്. സമുദ്ര സംരക്ഷണത്തിനായി 2026 ജനുവരിയിൽ പ്രാബല്യത്തിൽ വന്ന അന്താരാഷ്ട്ര ഉടമ്പടിയാണ് ഹൈ സീസ് ട്രീറ്റി. ഇന്ത്യയിലെ ആദ്യത്തെ മെഗാ ഗ്രീൻ അമോണിയ പ്ലാന്റ് നിലവിൽ വരുന്നത് കാക്കിനഡ, ആന്ധ്രാപ്രദേശിലെ കാക്കിനഡയിലാണ്. 13ാമത് സത്യജിത് റേ പുരസ്കാരത്തിന് അർഹനായത് TV ചന്ദ്രനാണ്. 13ാമത് സത്യജിത് റേ പുരസ്കാരത്തിന് അർഹനായത്. പരമ്പരാഗത കരകൗശല തൊഴിലാളികളെ സഹായിക്കാൻ കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച പദ്ധതിയാണ് PM വിശ്വകർമ്മ. സെപ്റ്റംബറിലാണ് ഇത് ആരംഭിച്ചത്, 2023. ദേശീയ പുരസ്കാരം നേടിയ കൈറ്റിന്റെ AI വിദ്യാഭ്യാസ പ്ലാറ്റ്ഫോമാണ് സമഗ്ര പ്ലസ്. അതൊരു AI വിദ്യാഭ്യാസ പ്ലാറ്റ്ഫോമാണ്. വനിതാ കമ്മീഷന്റെ പറന്നുയരാം കരുത്തോടെ ക്യാമ്പയിന്റെ ബ്രാൻഡ് അംബാസിഡർ നമ്മൾ പഠിച്ചു, മഞ്ജു വാര്യറാണ്. ലോകയാൻ 26 എന്ന പേരിൽ ലോക പര്യടനത്തിനൊരുങ്ങുന്ന ഇന്ത്യൻ നാവികസേനയുടെ പായ്ക്കപ്പലാണ് INS സുദർശിനി. ഗാസയിൽ സമാധാനം പുനഃസ്ഥാപിക്കാനായി അമേരിക്ക രൂപീകരിച്ച സമാധാന ബോർഡിന്റെ ചെയർമാനാണ് ഡൊണാൾഡ് ട്രംപ്. വന്യജീവികൾ ദേശീയപാത മുറിച്ചു കടക്കുമ്പോൾ വാഹനമിടിച്ച് കൊല്ലപ്പെടുന്നത് ഒഴിവാക്കാൻ എലിവേറ്റഡ് കോറിഡോർ പദ്ധതി നടപ്പിലാക്കുന്ന നാഷണൽ പാർക്കാണ് കാസിരംഗ നാഷണൽ പാർക്ക്, ആസാം. 2ാമത് ആഗോള ബുദ്ധ ഉച്ചകോടിക്ക് വേദിയായ നഗരമാണ് ന്യൂഡൽഹി. ന്യൂഡൽഹിയിലാണ്. കേലോ ഇന്ത്യ കളരിപ്പയറ്റ് നാഷണൽ ലീഗിൽ ചാമ്പ്യന്മാരായ സംസ്ഥാനം നമ്മുടെ കേരളമാണ്. ഇനി റിപ്പബ്ലിക് ദിന ആഘോഷങ്ങളുടെ മുഖ്യ പ്രമേയമാണ് വന്ദേ മാതരത്തിന്റെ 150 വർഷങ്ങൾ. കേരളത്തിൽ പൊതു സ്വകാര്യ പങ്കാളിത്തത്തോടെ, അതായത് PPP മോഡൽ പുതിയ കപ്പൽ നിർമ്മാണശാല സ്ഥാപിക്കുന്ന സ്ഥലം പൊന്നാനിയാണ്. മലപ്പുറം ജില്ലയിലെ പൊന്നാനി. 84ാമത് കേരള സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ സ്വർണ്ണക്കപ്പ് നേടിയ ജില്ലയാണ് കണ്ണൂരായിരുന്നു ചാമ്പ്യന്മാർ. സ്പിരിറ്റ് ഓഫ് ഡയലോഗ് എന്ന പ്രമേയത്തിൽ നടന്ന ലോക സാമ്പത്തിക ഫോറത്തിന്റെ 56ാം പതിപ്പിന് വേദിയായ നഗരം ദാവോസ് ആണ്, സ്വിറ്റ്സർലൻഡിലെ ദാവോസ്. IMF പ്രവചന പ്രകാരം 2026 സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യയുടെ പ്രതീക്ഷിത GDP വളർച്ചാ നിരക്ക് എന്ന് പറയുന്നത് 7.3% ആണ്, 7.3%. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ തവണ കേന്ദ്ര ബജറ്റ് അവതരിപ്പിച്ച വ്യക്തികളിൽ P ചിദംബരത്തിനൊപ്പം 2ാം സ്ഥാനത്തെത്തിയ ധനമന്ത്രിയാണ് നിർമ്മല സീതാരാമൻ. 2026 ബ്രിക്സ് ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ഇന്ത്യയാണ്, നമ്മുടെ ഇന്ത്യയാണ്. ഇന്ത്യയും യൂറോപ്യൻ യൂണിയനും തമ്മിലുള്ള നിർണായക വ്യാപാര കരാർ പ്രഖ്യാപനങ്ങൾ ഏത് റിപ്പബ്ലിക് ദിന ആഘോഷത്തോടനുബന്ധിച്ചാണ് നടക്കുന്നത്? 77ാമത് റിപ്പബ്ലിക് ദിനാഘോഷത്തോട് അനുബന്ധിച്ചാണ്. ലോകയാൻ 26 എന്ന 10 മാസം നീണ്ടു നിൽക്കുന്ന വിദേശയാത്ര ആരംഭിച്ച ഇന്ത്യൻ നാവികസേനയുടെ പായ്ക്കപ്പലാണ് INS സുദർശിനി. അടുത്തിടെ തമിഴ്നാട്ടിലെ സിരുവാണിക്കുന്നിൽ നിന്നും കണ്ടെത്തിയ പുതിയ ഇനം ഉറുമ്പീച്ചയാണ് മെറ്റാഡോൺ റീമേരി. തദ്ദേശീയ സ്വയംഭരണ വകുപ്പിലെ സേവനങ്ങൾക്കായി സജ്ജമാക്കിയ പുതിയ AI അധിഷ്ഠിത കോൾ സെന്ററിന്റെ പേര് സ്മാർട്ടി എന്നാണ്.
ഒരാൾ ഉറങ്ങുമ്പോഴുള്ള ഡേറ്റ വിശകലനം ചെയ്ത് 100-ലധികം ആരോഗ്യ പ്രശ്നങ്ങൾ പ്രവചിക്കാൻ കഴിയുന്ന AI മാതൃകയാണ് സ്ലീപ്പ് FM. നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി അതായത് NIA പുതിയ മേധാവിയായി ചുമതലയേറ്റത് രാകേഷ് അഗർവാൾ. ബഹിരാകാശത്ത് വെച്ച് മാരത്തണും ട്രയാത്ലണും പൂർത്തിയാക്കിയ ലോകത്തിലെ ആദ്യത്തെ വ്യക്തിയാണ് സുനിത വില്യംസ്. കേരളത്തിലെ പുതിയ തദ്ദേശ സ്വയംഭരണ സ്ഥാപന ഓംബുഡ്സ്മാനായി നിയമിതനാകുന്നത് ജസ്റ്റിസ് ബാബു മാത്യു പി ജോസഫാണ്. 2025 ഇന്ദിരാഗാന്ധി സമാധാന പുരസ്കാരത്തിന് അർഹയായ മൊസാംബിക് മനുഷ്യാവകാശ പ്രവർത്തകയാണ് ഗ്രേസ മാഷൽ. നൈപുണ്യ പരിശീലനത്തിൽ പങ്കെടുക്കുന്നതിനും മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്കും പ്രതിമാസം 1000 രൂപ സഹായം നൽകുന്ന കേരള സർക്കാരിന്റെ പദ്ധതിയാണ് കണക്ട് ടു വർക്ക്. കാലിക്കറ്റ് സർവകലാശാലയുടെ പുതിയ വൈസ് ചാൻസലർ പി രവീന്ദ്രനാണ്. ഓർത്തുവയ്ക്കുക, പി രവീന്ദ്രൻ. നേതാജി സുഭാഷ് ചന്ദ്രബോസിന്റെ ജന്മദിനമായ ജനുവരി 23. അപ്പോൾ നേതാജി സുഭാഷ് ചന്ദ്രബോസിന്റെ ജന്മദിനം ജനുവരി 23 ഇത് ഇന്ത്യയിൽ ഏത് ദിവസമായാണ് ആചരിക്കുന്നത്? പരാക്രം ദിവസമായിട്ടാണ് ആചരിക്കുന്നത്. 2026 G7 ഉച്ചകോടിക്ക് വേദിയാകുന്ന രാജ്യം ഫ്രാൻസ് ആണ്. കേരള സർക്കാർ സെന്റർ ഓഫ് എക്സലൻസ് ഇൻ മൈക്രോബയോം സ്ഥാപിച്ചത് തോന്നക്കലിലാണ്, തിരുവനന്തപുരം ജില്ലയിലെ തോന്നക്കലിലാണ്. സംസ്ഥാന സർക്കാരിന്റെ സഹകരണത്തോടെ DC ബുക്സിന്റെ ആഭിമുഖ്യത്തിൽ നടന്ന കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ ഉദ്ഘാടനം ചെയ്തത് സുനിത വില്യംസ് ആണ്. കേരളത്തിൽ ജനിച്ചവരാണെന്നോ അല്ലെങ്കിൽ ദീർഘകാലമായി ഇവിടെ താമസിക്കുന്നവരാണെന്നോ തെളിയിക്കുന്നതിന് നിലവിലുള്ള നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റിന് പകരമായി സർക്കാർ ഏർപ്പെടുത്തിയ പുതിയ രേഖയാണ് നേറ്റിവിറ്റി കാർഡ്. ഫോട്ടോ പതിച്ച ഒരു തിരിച്ചറിയൽ രേഖയാണ്. വില്ലേജ് ഓഫീസറുടെ റിപ്പോർട്ട് പ്രകാരം ആരാണ് നേറ്റിവിറ്റി കാർഡ് അനുവദിക്കുന്നത്? അത് തഹസീൽദാർ ആണ് അനുവദിക്കുന്നത്. 2028 ലോകോത്തര തുറമുഖ ഹബ്ബായി മാറ്റുക എന്ന ലക്ഷ്യത്തോടെ 2ാം ഘട്ട നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്ന കേരളത്തിലെ തുറമുഖമാണ് വിഴിഞ്ഞം ഇന്റർനാഷണൽ തുറമുഖം. തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട സേവനങ്ങൾ ഏകീകരിക്കുന്നതിനും വ്യാജ വിവരങ്ങൾ തടയുന്നതിനുമായി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അവതരിപ്പിച്ച പുതിയ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമാണ് ECI നെറ്റ്. നിലവിലെ ഇന്ത്യയുടെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പേര് ജ്ഞാനേഷ് കുമാർ എന്നാണ്. അന്താരാഷ്ട്ര വ്യാപാരത്തിൽ $ഡോളറിനോടുള്ള ആശ്രിതത്വം കുറയ്ക്കുന്നതിനായി ബ്രിക്സ് രാജ്യങ്ങളുടെ ഡിജിറ്റൽ കറൻസികളെ പരസ്പരം ബന്ധിപ്പിക്കണമെന്ന് നിർദ്ദേശിച്ച ബാങ്കാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. 2026 ബ്രിക്സ് ഉച്ചകോടിയുടെ വേദിയാകുന്ന രാജ്യം ഇന്ത്യയാണ്. 2026 ബ്രിക്സ് ഉച്ചകോടിയുടെ പ്രമേയം എന്ന് പറയുന്നത് ബിൽഡിംഗ് ഫോർ റെസിലിയൻസ്, ഇന്നൊവേഷൻ, കോർപ്പറേഷൻ ആൻഡ് സസ്റ്റൈനബിലിറ്റി. കേരളത്തിലെ യുവതിയുവാക്കൾക്ക് നൈപുണ്യ പരിശീലനത്തിനും മത്സര പരീക്ഷാ തയ്യാറെടുപ്പുകൾക്കുമായിട്ട് കേരള സർക്കാർ ആരംഭിച്ച സ്കോളർഷിപ്പ് പദ്ധതി നമ്മൾ പഠിച്ചതാണ് കണക്ട് ടു വർക്ക് പദ്ധതി. ഇന്ത്യയിൽ ആദ്യമായി അവതരിപ്പിക്കപ്പെട്ട ശ്വാസത്തിലൂടെ ശരീരത്തിലെത്താൻ കഴിയുന്ന ഇൻസുലിന്റെ പേര് അഫ്രേസ എന്നാണ്. 77ാമത് റിപ്പബ്ലിക് ദിനാഘോഷങ്ങളിൽ ഇന്ത്യയുടെ തിളക്കമാർന്ന വിജയമായി എടുത്തുകാട്ടാവുന്ന സൈനിക നീക്കമാണ് ഓപ്പറേഷൻ സിന്ദൂർ. തമിഴ്നാടൻ വിജയ് രൂപീകരിച്ച രാഷ്ട്രീയ പാർട്ടിയായ തമിഴക വെട്രി കഴകത്തിന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അനുവദിച്ച ഔദ്യോഗിക ചിഹ്നമാണ് വിസിൽ. നടൻ കമലഹാസന്റെ നേതൃത്വത്തിലുള്ള മക്കൾ നീതി മയ്യം പാർട്ടിയുടെ തിരഞ്ഞെടുപ്പ് ചിഹ്നം ബാറ്ററി ടോർച്ച് ആണ്. വിവിധ മേഖലകളിൽ സൂക്ഷ്മജീവികളെ സംബന്ധിച്ച ഗവേഷണ വികസന പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ച് നടത്തുന്ന ഇന്ത്യയിലെ സംസ്ഥാനമാണ് സെന്റർ ഓഫ് എക്സലൻസ് ഇൻ മൈക്രോബയോം. നിലവിലെ കേരള റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജനാണ്. ഫ്ലഡ് റോഡുകളുടെ നിർമ്മാണ അനുമതി മുതൽ ബിൽ വിതരണം വരെയുള്ള എല്ലാ പ്രവൃത്തികൾക്കുമായി ദുരന്ത നിവാരണ വകുപ്പ് സജ്ജീകരിച്ച പോർട്ടലാണ് സുവീധി പോർട്ടൽ. മലയാളത്തിന്റെ വിശ്വസാഹിത്യകാരൻ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ സ്മരണയ്ക്കായി ബേപ്പൂരിൽ നിർമ്മിച്ച സ്മാരകത്തിന്റെ പേരാണ് ആകാശ മിഠായി. ഇസ്രയേലും ഹമാസും തമ്മിലുള്ള വെടിനിർത്തൽ നിരീക്ഷിക്കുന്നതിനും ഗാസയുടെ പുനർനിർമ്മാണത്തിനും മേൽനോട്ടം വഹിക്കുന്നതിനുമായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ച പുതിയ സംവിധാനമാണ് ബോർഡ് ഓഫ് പീസ്. ഓസ്കാർ ചരിത്രത്തിൽ ആദ്യമായി 16 നാമനിർദ്ദേശങ്ങൾ ലഭിച്ച റെക്കോർഡ് നേടിയ ചിത്രമാണ് സിന്നേഴ്സ്. ലോകത്തിലെ ഏറ്റവും പഴക്കമേറിയ ഗുഹാ ചിത്രം കണ്ടെത്തിയത് സുലാവെസി, ഇന്തോനേഷ്യയിലെ സുലാവെസിയിലാണ്. 50 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം മനുഷ്യനെ വീണ്ടും ചന്ദ്രന്റെ ഭ്രമണപഥത്തിൽ എത്തിക്കാൻ ലക്ഷ്യമിടുന്ന നാസയുടെ ദൗത്യമാണ് ആർടെമിസ് 2. ഇത് ഓർത്തു വയ്ക്കുക, ഇത് ആർടെമിസ് 2 വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആർടെമിസ് 2 ഇന്ത്യയുടെ ബഹിരാകാശ ദൗത്യമായ ഗഗൻയാൻ പദ്ധതിയിലെ യാത്രികനായി തിരഞ്ഞെടുക്കപ്പെട്ട മലയാളി ക്യാപ്റ്റൻ പ്രശാന്ത് ബാലകൃഷ്ണൻ നായർ ആണ്.
തായ്പൈ 101 എന്ന കെട്ടിടം സുരക്ഷാ ഉപകരണങ്ങളില്ലാതെ കീഴടക്കി വാർത്തകളിൽ ഇടം പിടിച്ച അമേരിക്കൻ സാഹസികന്റെ പേരാണ് അലക്സ് ഹോണോൾഡ്. BCCയുടെ ഇന്ത്യൻ ശബ്ദം എന്നറിയപ്പെടുന്ന അന്തരിച്ച പ്രശസ്ത മാധ്യമ പ്രവർത്തകനാണ് മാർക്ക് ടള്ളി. കേരളത്തിൽ ആദ്യമായി മഹാകുംഭമേള നടക്കുന്നത് എവിടെയാണ്? മലപ്പുറം ജില്ലയിലെ തിരുനാവായ, അതായത് ഭാരതപ്പുഴയുടെ തീരത്താണ്. തിരുനാവായയിൽ നടന്ന കേരള മഹാകുംഭമേള ഉദ്ഘാടനം ചെയ്തത് രാജേന്ദ്ര അർലേക്കർ ആണ്. ലോകത്തിലെ ഏറ്റവും വലിയ കണ്ണകി ശില്പം, അതായത് ഒറ്റച്ചിലമ്പെന്തിയ രൂപം വരുന്നത് ആറ്റുകാൽ ക്ഷേത്രത്തിലാണ്, തിരുവനന്തപുരം. 60 അടി ഉയരത്തിലാണ് ഈ ശില്പം നിർമ്മിക്കുന്നത്. ശില്പിയുടെ പേര് ദേവദത്തനാണ്. കുട്ടികളെ മാനസികാരോഗ്യം കണക്കിലെടുത്ത് 16 വയസ്സിൽ താഴെയുള്ളവർക്ക് സോഷ്യൽ മീഡിയ വിലക്കാൻ തീരുമാനിച്ച ഇന്ത്യൻ സംസ്ഥാനത്തിന്റെ പേര് ഗോവയാണ്. ഗോവ. ഇന്ത്യയും ഏത് സംഘടനയുമാണ് 18 വർഷത്തെ ചർച്ചകൾക്ക് ശേഷം ചരിത്രപരമായ സ്വതന്ത്ര വ്യാപാര കരാർ ഒപ്പിടാൻ ധാരണയായത്? ശരിയായ ഉത്തരം യൂറോപ്യൻ യൂണിയനാണ്. യൂറോപ്യൻ യൂണിയനുമായിട്ടാണ് ധാരണയായത്. ഇന്ത്യൻ യൂറോപ്യൻ യൂണിയൻ വ്യാപാര കരാർ പ്രഖ്യാപനം ഇന്ത്യയിൽ നിന്ന് കയറ്റുമതി ചെയ്യുന്ന എത്ര ശതമാനം ഉൽപ്പന്നങ്ങളുടെ നികുതിയാണ് ഒഴിവാക്കിയത്? 97%. കേരള സർക്കാർ പൊതുവിതരണ ശൃംഖലയിലൂടെ കുറഞ്ഞ നിരക്കിൽ ശുദ്ധമായ കുടിവെള്ളം ലക്ഷ്യമാക്കാൻ ആരംഭിച്ച പദ്ധതിയുടെ പേര് സുജലം എന്നാണ്. സുജലം. കേരള ഇറിഗേഷൻ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ പുറത്തിറക്കുന്ന ഹില്ലി അക്വ ബ്രാൻഡ് വെള്ളമാണ് ഈ പദ്ധതിയിലൂടെ വിതരണം ചെയ്യുന്നത്. 2024 സംസ്ഥാന മാധ്യമ പുരസ്കാരങ്ങളിൽ മികച്ച ഫോട്ടോഗ്രാഫർക്കുള്ള അവാർഡ് ജേതാവ് അരവിന്ദ് വേണുഗോപാൽ ആണ്. ആധാർ വിവരങ്ങൾ QR കോഡ് സ്കാൻ ചെയ്ത് പങ്കുവയ്ക്കുവാനും ഫേസ് ഒതന്റിക്കേഷൻ വഴി വെരിഫൈ നടത്തുവാനും സഹായിക്കുന്ന പുതിയ ആധാർ ആപ്പ് നിലവിൽ വന്നതോടെ നിർത്തലാക്കപ്പെടുന്ന പഴയ ആപ്പിന്റെ പേരാണ് ആധാർ. റെയിലിന് പകരമായി തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ കേരള സർക്കാർ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന പുതിയ അതിവേഗ റെയിൽ പദ്ധതിയുടെ പേരാണ് റീജിയണൽ റാപ്പിഡ് ട്രാൻസിറ്റ് സിസ്റ്റം. 583 കിലോമീറ്റർ നീളമുള്ള ഈ പദ്ധതി 4 ഘട്ടങ്ങളിലായിട്ടാണ് പൂർത്തിയാകുന്നത്. ആദ്യഘട്ടം എന്ന് പറയുന്നത് തിരുവനന്തപുരം മുതൽ തൃശ്ശൂർ വരെയുള്ള 284 കിലോമീറ്ററുകളാണ്. ക്യാൻസർ, പ്രമേഹം എന്നിവയെ പ്രതിരോധിക്കാൻ ശേഷിയുള്ള തിരുവനന്തപുരത്തെ കേന്ദ്ര കിഴങ്ങ് ഗവേഷണ കേന്ദ്രം വികസിപ്പിച്ചെടുത്ത പുതിയ ഇനം ചേമ്പാണ് ജാമുന്നി. കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് ശ്രീകാര്യത്താണ്, തിരുവനന്തപുരം ജില്ലയിലെ ശ്രീകാര്യത്ത്. കുടുംബശ്രീ ഉൽപ്പന്നങ്ങൾ ചില്ലറ വിപണിയിൽ എത്തുന്നതിനായി ആരംഭിച്ച പുതിയ ബ്രാൻഡാണ് K ഇനം. ഇതും നമ്മൾ പഠിച്ചതാണ് K ഇനം. അടുത്തിടെ അന്തരിച്ച CBSE മുൻ ചെയർമാനും നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓപ്പൺ സ്കൂളിന്റെ സ്ഥാപക ചെയർമാനുമായ മലയാളിയാണ് ഫാദർ തോമസ് V കുന്നുകൽ. 1974 ഇദ്ദേഹത്തിന് പത്മശ്രീ ലഭിച്ചിരുന്നു. ലോക കേരള സഭയുടെ 5ാം സമ്മേളനത്തിന് വേദിയാകുന്നത് തിരുവനന്തപുരമാണ്. തിരുവനന്തപുരത്തെ നിശാഗന്ധി ഓഡിറ്റോറിയത്തിലാണ് ഉദ്ഘാടനം നടന്നത്. ഇറാനിലെ സായുധ സേനാ വിഭാഗമായ ഇറാനി റവല്യൂഷണറി ഗാർഡിനെ ഈയിടെ ഭീകര പട്ടികയിൽ ഉൾപ്പെടുത്തിയ അന്താരാഷ്ട്ര സംഘടനയുടെ പേരാണ് യൂറോപ്യൻ യൂണിയൻ. ഹയർ സെക്കൻഡറി വിഭാഗത്തിന്റെ പരിഷ്കരിച്ച വെബ്സൈറ്റിന്റെ പേരാണ് hscportal.kerala.government.in. കേരളത്തിലെ ആദ്യത്തെ സെമി ഹൈസ്പീഡ് റീജിയണൽ റെയിൽ സർവീസാണ് നമോ ഭാരത്. ആദ്യപാത എന്ന് പറയുന്നത് ഡൽഹി മുതൽ മീററ്റ് വരെയാണ്. ഇന്ത്യ അറബ് വിദേശകാര്യ മന്ത്രിതല യോഗത്തിന് 2026 വേദിയാകുന്ന നഗരമാണ് ന്യൂഡൽഹി. അടുത്തിടെ അന്തരിച്ച മുൻ ഇന്ത്യൻ ഹോക്കി ടീം പരിശീലകന്റെ പേര് മൈക്കൽ നോബ്സ് എന്നാണ്. 2026 ജനുവരിയിൽ അന്തരിച്ച കോൺഫിഡന്റ് ഗ്രൂപ്പിന്റെ മേധാവി CJ റോയ് ആണ്. 2026 ജനുവരിയിൽ അന്തരിച്ച പ്രശസ്ത കനേഡിയൻ നടിയുടെ പേര് കാതറിൻ ഒഹാര. ആർത്തവകാല ആരോഗ്യത്തിനുള്ള അവകാശം ഭരണഘടനയിലെ ജീവിക്കാനുള്ള അവകാശത്തിന്റെ ഭാഗമായ മൗലികാവകാശമാണെന്ന് സുപ്രധാന വിധി പുറപ്പെടുവിപ്പിച്ചത് സുപ്രീം കോടതിയാണ്. അടുത്തിടെ ആർത്തവ ശുചിത്വം മൗലികാവകാശമാണ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഇന്ത്യയിലെ എല്ലാ സ്കൂളുകളിലും പെൺകുട്ടികൾക്കായിട്ട് സൗജന്യ സാനിറ്ററി പാഡും പ്രത്യേക ശുചിമുറികളും ഉറപ്പാക്കണമെന്ന് നിർദ്ദേശിച്ച കോടതിയും ഇത് തന്നെയാണ്, സുപ്രീം കോടതി തന്നെയാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം മറക്കരുത്.